അത് ഒരു വിഷയമല്ല. അവളുമായിട്ട് പലവട്ടം അവളെ ഞാൻ ഇതിനിടയ്ക്ക് ആക്രമിക്കുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ കൊച്ച് ഗർഭിണിയായി. ഈ രണ്ടാമത്തെ കൊച്ചിന് ഗർഭം ധരിച്ചിരിക്കുമ്പോൾ 8 മാസം 7 മാസം ഇരിക്കുമ്പോൾ ഞാൻ അവളെ മദ്യപിച്ച് ഇരിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത അവളുമായിട്ട് ഭയങ്കര ബഹളം ഉണ്ടായി. എനിക്ക് ഇപ്പോഴും ഒരു വിഷയം, ഇവരുടെ ഓരോ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ ഭയങ്കര ഒരു ഇതാണ്. അത് ഇന്നും നമുക്കതൊരു വിഷയം തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും നമ്മള്. ഏതായാലും പുള്ളിക്കാരി അടിച്ചു. ഞാനൊന്ന് 1.5 വയസ്സുള്ള എൻ്റെ കൊച്ചെന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഈയിടെ ഞാനത് ഓർത്തെടുത്തു. അപ്പൊ അങ്ങനെയുള്ള ദാരുണമായ കാര്യങ്ങളിൽ കൂടെ പോയി. ഞാൻ തന്നെ, പുള്ളിക്കാരി ഈ മർദ്ദനം കിട്ടി പുള്ളി ഈ ഒരു ബെഡിലേക്ക് കടന്നു കഴിയുമ്പോൾ ഞാൻ ഓർത്ത് പുള്ളിക്കാരി വടിയായി പോയെന്ന്, തട്ടിപ്പോയി. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങനെയാണെ ആംബുലൻസ് വിളിക്കാന്ന് ഓർത്ത് ഞാൻ തന്നെ ആംബുലൻസ് വിളിച്ചു. അപ്പം ഈ ആംബുലൻസ് വിളിച്ചിട്ട് പുള്ളിക്കാരി കിടന്നതിന്റെ ആ ബെഡിന്റെ അപ്പുറത്തേക്ക് ഞാനും കിടന്നു. പിന്നെ ഞാൻ ഏറ്റില്ല, ഞാൻ ഓഫായി പോയി. ആംബുലൻസുകാർ വന്നു, വാതിലെ മുട്ടി. പുള്ളിക്കാരി അപ്പോഴേക്കും ചാടി എണീറ്റ് ചെന്നു. അപ്പൊ ആംബുലൻസുകാർ ചോദിച്ചു, എന്താ നിങ്ങൾ വിളിച്ചേ, ആംബുലൻസ് വിളിച്ചു? അപ്പൊ പറഞ്ഞു, എന്റെ ഹസ്ബൻഡാണ് വിളിച്ചത്, പക്ഷെ ഞാൻ ചെറിയ പ്രഗ്നന്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു ചെറിയ തലകറക്കം വന്ന, അതുകൊണ്ട് വിളിച്ചത്. ഇപ്പൊ ഞാൻ ഓക്കെ ആണ്. നീ ഓക്കെ ആണല്ലോ, ഷുവർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് തിരിച്ചു പോയി. ദൈവം സഹായിച്ച അത് വിഷയമില്ല, ഞാൻ എന്നെ പോലീസ് കൊണ്ടുപോയി. അപ്പൊ ആ ഒരു സംഭവം കഴിഞ്ഞ് തിരിച്ചു പോയി. എന്റെ 2013-ലാണിത്. 2013 ഈ സംഭവം കഴിഞ്ഞ് പോയി. 14 രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. എന്റെ സുഹൃത്ത്, പുള്ളിക്കാരി തിരിച്ചു വരുന്നതിന് മുമ്പ് എന്റെ സുഹൃത്തുമായിട്ട് വേറൊരു സുഹൃത്തുമായിട്ട് ഞാൻ മദ്യപാനം ആരംഭിച്ച് ചൂതാട്ടത്തിന് പോയി. ചൂതാട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നു. പൈസ പോയതിന്റെ കലിപ്പ് 2 പേർക്കും ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, നിന്റെ ഒരു സൂക്കേട് കാരണം എന്റെ പൈസ പോയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ, ഞാൻ അവനെ കുറ്റപ്പെടുത്തി. അങ്ങനെ അവൻ എനിക്കിട്ട് അടിച്ചു. അന്ന് ഈ അടികളിലെല്ലാം എനിക്കിട്ടൊരു കുറച്ച് അടി കിട്ടിയ അടി അതാണ്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചിടി കിട്ടി. അപ്പൊ എനിക്കത് വല്ലാണ്ട് എന്നെ പ്രകോപിപ്പിച്ചു. തോക്കാൻ പാടില്ലല്ലോ, എന്റെ നിഘണ്ടുവിൽ തോൽവിയില്ല. കുടിയനായ എന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഇതുണ്ട്. ഞാൻ ഓടിപ്പോയി അടുക്കളയിൽ പോയി കത്തി എടുത്ത് ഇവന്റെ തലക്കെട്ട് വെട്ടി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുവാണ്, എങ്ങനെ ജീവിച്ചിരിക്കാൻ സത്യം പറഞ്ഞ യോഗ്യനല്ല. ഒരു മാറ്റം അവന്റെ ചോര കൊണ്ട് സകലമാന അഭിഷേകമായി. ഉടനെ തന്നെ ഇവൻ ഇറങ്ങി ഓടി, ജീവനും കൊണ്ട് ഇവൻ ഓടി, ഇറങ്ങി ഓടി. അന്ന് എന്റെ അനിയൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ അടുത്തൊരു മുറിയിൽ ഉറങ്ങുമായിരുന്നു. ഇവനും ഞെട്ടിപ്പോയി ഈ ഒരവസ്ഥ കണ്ട്. ഏതായാലും സെക്കൻഡുകൾ, അനിയൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനൊരു വിജയ ശ്രീലാനന്ദനെ പോലെ ഇവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവനെ വിട്ടിട്ടുണ്ട്, ഇനി അവൻ നന്നായിക്കോളും, തലക്കെട്ട് നല്ല വെട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാരും ഞെട്ടിപ്പോയി. ഇവൻ എന്താ ഈ പറയുന്നത്? ലിജോ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവനെ വെട്ടിയിട്ടുണ്ട്. അപ്പം വഴി കണ്ട ഒരു മലയാളി ഇവനെ പിടിച്ച് ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ നിന്ന് ഇവര് ചോദിച്ചു, എങ്ങനെ സംഭവിച്ചു? അപ്പൊ അവർ പറഞ്ഞു, എന്നെ ഇങ്ങനെ കത്തിക്ക് വെട്ടിയതാണ്. ഓക്കെ. സെക്കൻഡുകൾക്കുള്ളിൽ ഞാനിങ്ങനെ ഒരാളെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ ഉണ്ട്, ഞാൻ നല്ലത് കൊടുത്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പം വാതിലിന് മുട്ടി, നല്ല മുട്ട് കേട്ടു. ഞാൻ വെയിൽ തുറന്നപ്പോ ഒരു ബറ്റാലിയൻ പോലീസ് പൊക്കിയെടുത്ത് തന്നെ കൊണ്ടുപോയി. ഒരു ദിവസം മുഴുവൻ അവിടെ കിടന്നു, സന്തോഷമായി. എന്റെ സത്യം പറഞ്ഞാൽ എന്റെ രണ്ടാമത്തെ ജയിൽവാസമായിരുന്നു. ആദ്യം എന്നെ വണ്ടി ഓടിച്ചിട്ടൊന്ന് പിടിച്ചായിരുന്നു. അതിനിടയ്ക്ക് ഒന്നുമില്ല, വണ്ടി ഓടിച്ച് ഒരു റേസിംഗ് നടത്തി. ഇത് 2ാം ജയിൽവാസം. കേസുണ്ടായില്ല. സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് അവർ രണ്ടുപേരും പറഞ്ഞു കേസിന് പോകണ്ടെന്ന് പറഞ്ഞ് അവർ 2 കേസ് ഡ്രോപ്പ് ചെയ്തു. തിരിച്ചു വന്നു 2015. അവിടുന്ന് ഒരു 10 മൈൽ ഒരു സ്ഥലത്തേക്ക് മാറി. പുതിയ കൂട്ടുകാർ ഒരു 5-8 പേര് വന്നു. വീണ്ടും പഴയ പോലുള്ള വെള്ളവടി. അവിടുന്ന് ഒരു ദിവസം ഒരു സുഹൃത്ത് എന്നെ വണ്ടി ഏൽപ്പിച്ചിട്ട് പോയി നാട്ടില്. ഞാൻ ആ വണ്ടി എടുത്തിട്ട് രാത്രി നേരം വെളുത്ത് തുടങ്ങിയ മദ്യപാനം, വൈകുന്നേരം ഒരു 8 മണിയായപ്പോ എന്റെ കയ്യിലുള്ള ബിയർ കുപ്പി തീർന്നിട്ട്, ഈ വണ്ടി ശരിക്കും ഓടിക്കാൻ അറിയത്തില്ലാത്ത എന്നെ ഏൽപ്പിച്ച് കീ തന്നിട്ട് പോയ ഈ മനുഷ്യൻ നാട്ടിൽ പോയിരിക്കുക. ഞാൻ ആ വണ്ടി നടന്നു പോയി എടുത്തു, ഒരു കൈലിമുണ്ട് കൊടുത്തിട്ട് നടന്നു പോയി എടുത്തിട്ട് ആ വണ്ടി ഞാൻ ഓടിച്ചു. ഒരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടി ശരിക്കും സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെന്നല്ലാണ്ട് എനിക്ക് വേറൊന്നുമില്ല. ഈ വണ്ടി ഓടിച്ച് ഞാൻ ഇവരുടെ ഡുവൽ കാരേജ് വേയിലൂടെ പോയി. ഇവിടെ അടുത്തെല്ലാം കടയുണ്ടായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പോയി, വണ്ടി ഇങ്ങനെ കറങ്ങി. എന്നെ ഏതായാലും ഒരു സ്ഥലത്തിട്ട് പോലീസ് പിടിച്ചു. ഞാൻ വണ്ടി റേസ് ചെയ്തു. എന്നെ വണ്ടി പുറകെ വരുന്ന കണ്ടപ്പോ ഞാൻ നിർത്തിയില്ല. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് പോലീസിനായിട്ട് ഞാൻ വട്ടം കളിപ്പിച്ചു. അത് അങ്ങനെ ഒരു എക്സ്ട്രാ അഡീഷണൽ കേസ് കൂടിയായി. പോലീസ് കൊണ്ടുപോയി ഒരിടത്ത് വെച്ച് അവരെല്ലാം പൂട്ടി. ഞാൻ ഇറങ്ങി ഓടാൻ നോക്കി. അവിടെ എന്നെ പിടിച്ചു, പൊക്കി എടുത്ത് അകത്ത് കയറ്റി. 3ാം വട്ടം പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കയറി. പിറ്റേ ദിവസം തിരിച്ചു വിട്ടു. ഞാൻ അങ്ങനെ തിരിച്ച് വന്ന് 3 വർഷത്തെ ബാനാ കിട്ടിയത്. 3 വർഷം വണ്ടി തൊടാൻ പറ്റില്ല.
അങ്ങനെ 2018 17 അവസാനത്തോടെ ഒരു ട്രെയിനിങ്ങിന് പോയി. ബാൻ പീരീഡ് ഒരു 6 മാസം കുറച്ച് 2017 അവസാനത്തോടെ ഒരു വണ്ടി എടുത്തു. ആ വണ്ടി കൊണ്ടുപോയി ഞാൻ ഇടിച്ച് പപ്പടമാക്കി. 2018 വേൾഡ് കപ്പ് സമയത്ത് ഇംഗ്ലണ്ട് തോറ്റതിന്റെ വിഷമത്തിൽ വണ്ടി ഓടിച്ചു വന്നതാണ്. വണ്ടി ഓടിച്ച് അന്ന് പാർക്ക് ചെയ്തിരുന്ന ഒരു വണ്ടിയുടെ ബാക്ക് ഇടിച്ച് പറിച്ച് കൊണ്ടുപോയി നശിപ്പിച്ച് അന്ന് അതിന്റെ ഒരു ദേഷ്യത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ഒരു ഇവിടുത്തെ ഒരു ലോക്കൽ മലയാളി സമാജത്തിന്റെ ഗ്രൂപ്പിൽ ഒരാളുമായിട്ട് തെറ്റി. സത്യത്തില് ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് എല്ലാവരോടും പകയാണ്. അങ്ങനെ അയാൾ എന്തോ പറഞ്ഞു, ഞാൻ അയാളെ പച്ചയ്ക്ക് ഒരു 2-3 മിനിറ്റ്, എനിക്ക് തോന്നുന്നു 5 മിനിറ്റോളം വരുന്ന പച്ചത്തെറി ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. പച്ചത്തെറി. അത് എൻ്റെ ഒരു വേറൊരു സൈഡായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരെ തെറി മെസ്സഞ്ചറിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ കൃത്യം തെറി ഞാൻ അയച്ചു കൊടുക്കും. അപ്പൊ ഈ കിട്ടുന്ന പറഞ്ഞാൽ വലിയ കട്ടിയ വാക്കുകളാണ്, തട്ടിക്കളയും എന്നൊക്കെയുള്ള വാക്കുകളാണ്. പോലീസ് കേട്ട് കഴിഞ്ഞാൽ പിടിക്കും. പക്ഷെ ഏതായാലും അവരത് കേസൊന്നും ആക്കിയില്ല. എന്നെ ഏതായാലും അടുത്ത മീറ്റിംഗ് കൂടി എന്നെ ഇതിനകത്ത് പുറത്താക്കി. അങ്ങനെ ഒരു 10-20 പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു 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 സംഭവത്തിൽ എന്നെ അങ്ങനെ ചാടിച്ചു വിട്ടു. ഇതേ സമയം ഞാനിപ്പോ പണിയെടുക്കുന്നിടത്ത് ഞാനൊരു പുതിയൊരു ഹാബിറ്റ് തുടങ്ങിയിരുന്നു. അത് ഞാൻ 2010 മുതലുണ്ടായിരുന്നു. ഒരു ഇവിടെയുള്ള കാരണവന്മാരുടെ മക്കള് അവർക്ക് മദ്യം കൊണ്ട് കൊടുക്കും. ഈ മദ്യം ഞങ്ങൾ എടുത്ത് കഴിക്കും. അപ്പം ഇത് കഴിച്ച് ഞങ്ങളിത് ഒരു ശീലമായി. ഞാൻ പലവട്ടം ഒരു 3-4 എപ്പിസോഡായിട്ട് ഞങ്ങള് മദ്യപിച്ചിട്ട് വിഷയമായി. ആൾക്കാർ സംശയിച്ചു. പിന്നീട് ഞങ്ങളുടെ മാനേജർ പറഞ്ഞു, ഇനി ലിജോ മദ്യപിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സംശയം തോന്നി അന്നേരം പോലീസിനെ ഡയറക്റ്റ് വിളിക്കണം. അങ്ങനെ പോലീസ് വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകണം. അങ്ങനെയാണ് അതിന്റെ പ്രോട്ടോകോള്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അങ്ങനെ മദ്യപിച്ചില്ല. ഏതായാലും കുത്തഴിഞ്ഞ് പിന്നെ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വൈകുന്നേരം തുടങ്ങിയാൽ നേരം വെളുത്ത് 10 മണി വരെ വീഴുന്നിടം വരെയായി. 3-ാം ഘട്ടം എൻ്റെ അവസാനം ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ട്, എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാനിങ്ങനെയല്ല, പഴയ 98ലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കും. ഞാൻ എങ്ങനെയായിരുന്നു മദ്യത്തിനെതിരെ, മദ്യം ഉള്ളതിനെ വെറുത്ത് നടന്ന ഒരാള് ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ മെല്ലെ 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 വന്ന് ഇതേ സംഭവം അക്രമവും എൻ്റെ ഫാദർ എന്ത് ചെയ്തു അത് മുഴുവൻ വേറൊരു തലത്ത് അതിനെക്കാട്ടും വലിയൊരു ഇന്റൻസിറ്റിയോടെ ഞാൻ ചെയ്തു തുടങ്ങിയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം വരും. അതിലേക്ക് വരുമ്പോഴേക്കും ഞാൻ വല്ലാണ്ട് ഡിപ്രസ്ഡ് ആകും, മിണ്ടാതിരിക്കും. കാരണം ഞാൻ കൂട്ടുകാരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു, സുഹൃത്തുക്കൾ ഇല്ലാണ്ടായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കണ്ടതൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്ത് എന്നെ വല്ലാണ്ട് സ്പർശിച്ചു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ എൻ്റെ വീടിന്റെ ഭിത്തിയിൽ ഒരു നോട്ടീസ് എൻ്റെ മൂത്ത മകൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഹോം റൂൾസ് എന്ന് പറഞ്ഞ് എഴുതി. നോ ആൽക്കഹോൾ, നോ ഷൗട്ടിങ്, നോ ബീറ്റിംഗ്, റെസ്പെക്ട് ഈച്ച് അതർ, ഹെൽപ്പ് ഈച്ച് അതർ, ലവ് ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞ അവനൊരു കുറെ കാര്യങ്ങൾ. ഇതിനകത്ത് മിക്കതും എന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷെ എൻ്റെ പേരൊന്നും അവൻ മെൻഷൻ ചെയ്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം കണ്ട അന്ന് ഒരു 2-3 ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ നേരം എൻ്റെ തലയെ പിടിച്ചിരുത്തി. എന്തൊരവസ്ഥയാണ് ഞാൻ ഈ പോകുന്നത്. കാരണം എൻ്റെ അപ്പനെതിരെ ഞാൻ എഴുതിയത് ഇതുപോലെ തന്നെ എൻ്റെ മകൻ എന്നോട് ഒരു ഒരു റിക്വസ്റ്റ് എന്നുള്ള നിലയിൽ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അവനന്ന് ഒരു 2-ാം ക്ലാസ്സിലാണോ, ഇവിടുത്തെ 1-ലോ 2-ലോ പഠിക്കുന്നതാണ്. സോറി, അവൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇവിടെ. അപ്പോഴാണ് അവൻ എഴുതാൻ പഠിക്കുന്ന സമയം. ഞാൻ അതെന്നെ കുറെ ചിന്തിപ്പിച്ചു. സ്വയം ഞാൻ തീരുമാനിച്ചു ഇനി എല്ലാ പ്രാവശ്യം വെള്ളം അടിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇനി ഒരു വെള്ളമടി. അതായത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ലിജോ വരാൻ. കാരണം എന്നാ, ഞാൻ ചെന്നു കുടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അലമ്പായി. പെട്ടെന്ന് അലമ്പാവും. ഇവർക്ക് ചിരിക്കാനുള്ള വകയാവും. എന്തെങ്കിലും പാട്ടാകും, കൂത്താകും, ലാസ്റ്റ് തെറിയാകും, കൂതറയായിട്ട് തിരിച്ചു പോകും. അപ്പൊ ഒരു ന്യൂസ് ആകും. അപ്പൊ ഇവർക്ക് അത് കുറച്ചു കാലം പറഞ്ഞു ചിരിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവായി ഒരു കൂതറ ലെവലിലേക്ക് മാറി എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി. പക്ഷെ മദ്യപിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതുകൊണ്ട് അവർ മാനസിക പ്രയാസത്തിൽ കൂടെ മുന്നോട്ട് പോയി. ഏതായാലും ഈ സമയത്ത് ഞാനിങ്ങനെ എല്ലാ സമയത്തും പറയും, അടുത്ത ഒരു വട്ടം കൂടെ ഞാനിങ്ങനെ കൂതറയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, വെള്ളമടിച്ച് എൻ്റെ കൺട്രോൾ തെറ്റി ബോധമില്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഞാൻ നിർത്തും. പക്ഷെ എങ്ങനെ നിർത്തും എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് എപ്പോഴും എങ്ങനെ നിർത്തും. ഞാൻ നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 ദിവസം നിർത്തും, വീണ്ടും ഇതുപോലെ തന്നെയാവും. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു, വീട്ടിൽ എൻ്റെ അമ്മായിപ്പനോട് ചോദിച്ചു. അമ്മായിപ്പൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് വെള്ളമടി നിർത്താൻ, അങ്ങനെയുള്ളത് ലിജോ പോകാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, എവിടെ വേണേലും പോകാം, ഞാൻ റെഡിയാണ്, എനിക്ക് മടുത്തു, കുടിച്ചു മടുത്തു. അങ്ങനെ 2017 ഒക്ടോബർ 17 ഞാൻ ആദ്യമായിട്ട്
ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. അന്ന് എന്റെ കൂടെ ഡി അഡിക്ഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളി ഇന്ന് 4 വർഷം തികച്ചു സോബർട്ടി ലൈഫില്. അപ്പം ഞാൻ അന്ന് 2 മാസം എന്റെ ഏതാണ്ട് 20 വർഷത്തെ ഒരു കാലയളവില് 2 മാസം മദ്യപിക്കാണ്ടിരുന്നു. വീണ്ടും ഒരു സുഹൃത്തിന്റെ പ്രേരണയെ പോയി മദ്യപിച്ചു. പിന്നെയാണ് ഈ വണ്ടി ഇടിക്കലും വിഷയത്തിന്റെ മേൽ വിഷയം ഭയങ്കരമായിട്ട് ഞാൻ ഒറ്റപ്പെട്ടു. ഏതായാലും കൊറോണ വന്ന് വീണ്ടും ഞാൻ നിർത്തി. ഞാൻ വീണ്ടും എന്റെ മനസ്സിൽ ഈ ഒരു പച്ച പിടിച്ച് കിടപ്പുണ്ട്, ഇതൊന്ന് രക്ഷപ്പെടണമെന്ന്. അങ്ങനെ ഞാനൊരു കുറച്ചു കാലം നിർത്തി, വീണ്ടും മാറി. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ എയിൽ ഈ ഏപ്രിൽ മാസത്തിൽ വന്ന് ചേർന്നത്. അതിനു മുമ്പ് ഒരു എപ്പിസോഡ് വിഷയം കൂടെ ഉണ്ടായി. ഞാൻ രാവിലെ നാട്ടിലെ ഇലക്ഷന്റെ സമയം, ഈ ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ ഇലക്ഷൻ, തെരഞ്ഞെടുക്കപ്പെട്ട ആ ഇലക്ഷൻ ഏപ്രിൽ 6 രാവിലെ തൊട്ട് ഞാനിവിടെ ഓണായിരുന്നു. ഫുൾ കുപ്പിയൊക്കെ വാങ്ങി വെച്ചിരുന്നു. വൈഫ് വിഷയമാക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു പാർക്കിൽ പോയി ഒരു മരത്തിന്റെ ഒരു കാട്ടിനകത്ത് മാറിയിരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങി വന്നു. വന്നപ്പം എന്റെ വീടിന് തൊട്ടതിലൊക്കത്തുള്ള ഒരു ഇച്ചിരി ഒരു വംശീയതയോടെ നമ്മളെ നോക്കിക്കണ്ടിരുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോൾ ഞാൻ അമ്മച്ചിയെ മലയാളത്തിൽ ചീത്ത വിളിച്ചു. അമ്മച്ചി ജീവനും കൊണ്ട് ഓടി. അമ്മച്ചി സ്പീഡിൽ ഓടി പോകുന്ന കണ്ടു. പക്ഷെ ഞാൻ ഓർത്തു, ആ കണ്ടോ എന്റെ അടുത്ത് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതായിട്ട് ഞാൻ ചിരിച്ചു. പക്ഷെ ഈ ഒരു ഷൗട്ടിങ് അവിടെയുള്ള എല്ലാ ഇംഗ്ലീഷുകാരും നോട്ട് ചെയ്തു. സകല മനുഷ്യരും ഞാനിങ്ങനെ അലറി അമ്മയെ കാർന്നത്തി ഓടിച്ചത് ഇവർ നോട്ട് ചെയ്തു. ഞാൻ അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പം എന്റെ വൈഫ് എന്റെ അനിയനെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അനിയനെ വിളിച്ചു, ഞാനിപ്പോ അവനെ വിളിക്കും, റിജോയെ വിളിച്ച് പറയും എന്ന് പറഞ്ഞ് അവള് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ആക്രമിക്കാൻ ആരംഭിച്ചു. ആട്ടിച്ച് ഒരു ഒന്നും പറയണ്ട, ഞാൻ എന്തൊക്കെ ചെയ്യുന്ന എനിക്കറിയത്തില്ല. അവള് പക്ഷെ മക്കള് വന്ന് തടസ്സം പിടിച്ചു, കാറി ബഹള, ഇത് പുറത്ത് മുഴുവൻ കേട്ടു. ബോധമില്ലാത്ത ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തു. ഏതായാലും ഇത് വലിയ താമസം വന്നില്ല. നമ്മുടെ സ്ഥിരം ടീം വന്നു, അവരെന്നെ പൊക്കിയെടുത്തു. സുഹൃത്തെ പോവല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റെഡി. പോയി. അവിടെ ഞാൻ ഓർത്ത് ഇക്കുറി മിക്കവാറും ഞാൻ അകത്ത് തന്നെയാണ്. അവളും മടുത്തു. കാരണം അടി കിട്ടി അവൾക്ക് തീരാറായി. അവളുടെ തലയ്ക്ക് ഇനി അത് തലക്കെട്ട, ഞാൻ കർണാടകത്തിൽ നിന്ന് പഠിച്ച സംഭവമാണ് ഈ തലക്കെട്ട് കൊടുക്കുന്ന അടി. അപ്പൊ അവൾക്ക് മനസ്സിലായി ഇനി എന്നെ അവൾ രക്ഷപ്പെടുത്തുമില്ലെന്ന് ഓർത്തു. പക്ഷെ എങ്കിലും അവളുടെ ഒരു നല്ല മനസ്സുകൊണ്ടും ദൈവം തമ്പുരാന്റെ ഒരു കാഴ്ച ഇതുകൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു. കേസുണ്ടായില്ല. എന്നെ വൈകുന്നേരം പറഞ്ഞു വിട്ടു. 1 വർഷത്തേക്ക് എന്നെ നോക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ വന്നു പിറ്റേ ദിവസം മുതൽ പിന്നെ അടിച്ചു തുടങ്ങി. അതിന് എന്റെ അടി പിന്നെ വേറൊരു പാറ്റേൺ ആയിരുന്നു, മാറിയായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡ്യൂട്ടി സമയത്ത് വെള്ളമടിച്ച് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് അന്ന് സിക്ക് വിളിച്ച് അങ്ങനെ ഒരു പാറ്റേൺ ആയി മാറി. ഡ്യൂട്ടി സമയത്തും വെള്ളമടിയായിരുന്നു. അങ്ങനെ പോയി ഒരു 20-ാം തീയതി ഒരു വെള്ളമടിച്ച് കിടക്കുമ്പോൾ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ടും വളരെ വിഷമത്തോടെ ഇരിക്കുന്ന എനിക്ക് എന്റെ മുമ്പിൽ ഞാൻ ആത്മഹത്യ ഉള്ളെന്ന് പറഞ്ഞ് എന്റെ ഭാര്യ വരുമ്പോഴാണ് വരുന്ന ഒരു ഘട്ടം വന്നു. ഏപ്രിൽ 20 അങ്ങനെ ഭാര്യ ഒരു മുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ അജി അച്ഛനെ വിളിക്കുകയും അജി അച്ഛൻ എന്നോട് സംസാരിച്ചു. എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞ പോലെ തന്നെ ഒരാൾ പോലും എന്നോട് സംസാരിക്കാനില്ലായിരുന്നു. ഒരാൾ പോലും എന്നോട് ലോഹ്യം പറയാനോ ഒരു സപ്പോർട്ടിനില്ലാത്ത എനിക്ക് ഒരാൾ എന്നെ കേൾക്കാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും അച്ഛനോട് വിശദമായി പറഞ്ഞു. അങ്ങനെ ഈ ഒരു വളരെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം, വളരെ മദ്യത്തെ വളരെയധികം വെറുത്ത് അതില്ലാത്തൊരു ജീവിത സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു ബാല്യകാലവും ഒരു കൗമാരവും പിന്നിട്ട ഞാൻ ഇതേ അവസ്ഥ മറ്റുള്ളവർക്ക് ഒരു ദുരിതം ഉണ്ടാക്കുന്ന ഒരു ജീവിതം ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അതിലൂടെ എന്റെ കുടുംബം, ഞാന് എന്നോട് ചുറ്റി എന്റെ റേഡിയസിൽ നിന്ന് എന്റെ ഭാര്യയുടെ കുടുംബം, എന്റെ കുടുംബം, എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ അനിയന്റെ കുടുംബം, എന്റെ പെങ്ങള് എന്ന് പറഞ്ഞ എന്നോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാനൊരു കയ്പേറുന്ന ഒരു അനുഭവമായി മാറി. കാരണം ഇവർക്ക് എന്നെ കടിച്ചാൽ ദഹിക്കാത്തൊരു എന്താ പറയണ്ടേ, എവിടെ ഇവനെ ഉൾക്കൊള്ളാതെ ഒരു കല്യാണത്തിന് വിളിക്കാതെയായി എല്ലായിടത്തും ഒരു ബുദ്ധിമുട്ടിലേക്ക് മാറി. അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു, ലിജോ ഇങ്ങനെ ഡി അഡിക്ഷൻ ഒക്കെ പോയതാണെങ്കിൽ കൂട്ടായ്മയിലേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടായ്മ വന്നു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ലിജോ 5 മിനിറ്റ് കൂടി ഉണ്ട്. 5 മിനിറ്റ് കൂടി ഉണ്ട് ലിജോ, 5 മിനിറ്റ്. അപ്പം ഇങ്ങനെ ഞാൻ വന്നു. ഏതായാലും ഈ ഒരു സംഭവവികലമായ ഒരു സംഭവം, എനിക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനൊന്ന് പറയാൻ ശ്രമിച്ചത് ഞാൻ എങ്ങനെയാണ് മദ്യത്തെ എതിർത്തത്.
ഞാൻ എത്രമാത്രം മദ്യത്തിനെതിരെ നിന്നു. മദ്യത്തിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ റാലിയില് അപ്പച്ചാ കുടിക്കരുതേ എന്നൊരു ഒരു പ്ലാക്കാർഡ് പിടിച്ചു പോയപ്പം, ഒരു പ്ലാക്കാർഡ് അന്ന് എല്ലാവർക്കും പല പ്ലാക്കാർഡുകളുണ്ട്. അതിൽ ഒരു ഒരു സ്ലോഗൻ അപ്പച്ചാ കുടിക്കരുത് എന്നുള്ളതായിരുന്നു. അന്ന് പിടിച്ചു പോയപ്പം ഒരു മാഷ് ഇത് കണ്ട് ചിരിക്കുന്ന ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അന്നത്തെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടം, അപ്പൊ കാരണം എന്നാ എന്റെ അപ്പനോട് ഞാൻ പറയുന്നതായിട്ട് സാറിന് അത് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെ വരെയുള്ള എന്റെ ഒരു ഒരു ജീവിതം ഒരു വളരെ ട്രാജഡിയിലേക്ക് പോയി കൈകാലിട്ടടിച്ച് ഒരു സമൂഹത്തിലെ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായി മാറുന്നതിന് മുമ്പ് എനിക്കൊരു ഒരു കര എനിക്ക് കിട്ടിയതാണ് എയുടെ കൂട്ടായ്മ. ഞാൻ വളരെയധികം ഒരു ബ്ലസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും കാലം 181 ദിവസം, ഒരു 6 മാസം കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരു ടെൻഡൻസികളൊന്നുമില്ല. അതിനോടൊപ്പമുള്ള പല പല മാനസികമായ വിഷയങ്ങൾ, ദേഷ്യം, അസൂയ, പക എന്നൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ഞാനിപ്പോ മാനേജ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് നേരത്തെ ഇതിൽ വരാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ഇച്ഛാഭംഗം ഉണ്ട് താനും. ഏതായാലും എൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു തോട്ട് പ്രൊവോക്കിംഗ്, ചിന്തകളെ പ്രൊവോക്ക് ചെയ്യാൻ, ഉദ്ദീപിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഷെയറിംഗ് ആണ് എന്നെയും പിടിച്ചു നിർത്തുന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം എയോടൊപ്പം സുബോധ ജീവിതം നയിക്കുവാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.